മൂന്നാമതായി ഇതാ ഈശോ വീഴുകയാണ്. ബ്യൂട്ടി ഓഫ് ഹിസ് വീക്ക്നെസ്. എന്താണ് ബലഹീനതയിലുള്ള സൗന്ദര്യം എന്ന് പറയുന്നത്? വീഴാതെ നിൽക്കുന്നവന്റെ പേരല്ല ക്രിസ്തു. അവൻ പൂർണ്ണമായി ബലഹീനമായ മനുഷ്യ ശരീരമുള്ളവനാണ്. ഈശോയുടെ ശരീരം ബലഹീനമായിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരമൊക്കെ ദുർബലമാണ്, ബലഹീനമായിരിക്കുന്നത് പോലെ ഈശോയുടെ ശരീരവും ബലഹീനമാണ്. ആ ബലഹീനത ഏറ്റെടുത്ത ബലഹീനതയാണെന്ന്. അവൻ ദൈവമായിരുന്നു, വചനമായിരുന്നു, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നുവെങ്കിലും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ അവൻ മനുഷ്യനായി ദാസരൂപമെടുത്തു. അവൻ ഏറ്റെടുത്തതാണ് ആ വീഴുന്ന പ്രകൃതി, ബലഹീനത അവൻ ഏറ്റെടുത്തതാണ്. ബ്യൂട്ടി ഓഫ് ഹിസ് വീക്ക്നെസ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പരിമിതികൾക്ക് ഒരു സൗന്ദര്യമുണ്ട്. നമ്മളൊക്കെ ഒരു പരിമിതി, ഒരു വീക്ക്നെസ് ഇല്ലാതിരിക്കുന്നവരായിരുന്നെങ്കിൽ, അല്ലെ, ഒരു കുറവില്ലാത്ത ആളുകളെയാണല്ലോ നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത്. ഒരു കുറവില്ലാത്ത ആള് വേണം. നിനക്കെന്തൊക്കെ കുറവുണ്ട് അത് കുഴപ്പമില്ല, എനിക്ക് കല്യാണം കഴിക്കാൻ ഒരു കുറവില്ലാത്ത ആള് വേണം, എന്റെ ജീവിത പങ്കാളിയാവാൻ ഒരു കുറവില്ലാത്ത ആള് വേണം. അപ്പോൾ കുറവുകളിൽ ഇതാ മിണ്ടാതെ കാണാൻ സാധിക്കാത്തൊരു മനുഷ്യനിൽ സൗന്ദര്യമുണ്ട്. കണ്ണ് കാണാത്തവനിൽ സൗന്ദര്യമുണ്ട്, കാത് കേൾക്കാത്തവനിൽ സൗന്ദര്യമുണ്ട്, ലാസറിൽ സൗന്ദര്യമുണ്ട്. അവന്റെ വ്രണങ്ങൾ പട്ടി നക്കുകയായിരുന്നു, പക്ഷേ ദൈവത്തിന് അവന്റെ പേരറിയാം. ബലഹീനനായവനെ, മാറ്റി നിർത്തപ്പെട്ടവനെ ദൈവത്തിനറിയാം. വീഴുന്നവനെ ദൈവത്തിനറിയാം. കുറവുകളെ ദൈവത്തിനറിയാം. കാനായിലെ കല്യാണ വീട്ടിലെ കുറവിൽ സൗന്ദര്യമുണ്ട്. എന്താണ് ആ സൗന്ദര്യം എന്നറിയാവോ? കുറവിലുള്ള സൗന്ദര്യം എന്താണ്? പൗലോസ് പറയും, എന്റെ ബലഹീനതകളിൽ ദൈവത്തിന്റെ അപരിമേയമായ ശക്തി കൂടുതലായി വെളിപ്പെടുകയും അങ്ങനെ ദൈവത്തിന്റെ കൃപയ്ക്ക് മഹത്വമുണ്ടാവുകയും ചെയ്യും. അതാണ് കുറവുകളിലുള്ള സൗന്ദര്യം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഒരു ഉള്ളവരല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയുടെ പ്രവൃത്തി എവിടെ? ദൈവത്തിന്റെ കൃപയ്ക്ക് എന്ത് സ്ഥാനമുണ്ട്? ഒരു കുറവുമില്ലല്ലോ. പിന്നെ ദൈവം വരണോ? ദൈവം ഇടപെടണോ? കർത്താവിൽ ആശ്രയിക്കണോ? ഒരു കുറവുമില്ല.